നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് കേട്ടോ. പൂരം, ആ നക്ഷത്രത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ കർമ്മബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം പൂരം നക്ഷത്രത്തിൽപ്പെട്ടവർ കുറേ ആൾക്കാർ ചോദിക്കുകയും ചെയ്തു, പൂരം നക്ഷത്രത്തിൻ്റെ ഫലം വേഗം എന്ന് പറയണേ എന്നൊക്കെ. അപ്പം പൂരം നക്ഷത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പൂരത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉത്തരാഖണ്ഡിൽ, ഋഷിമാരുടെ ഭൂമിയാണ്, ദേവഭൂമിയാണ്, ഉത്തരാഖണ്ഡിൽ വെച്ചിട്ട് പൂരം നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ, അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക എന്നുള്ളതാണ് ആദ്യം. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അത് കണ്ട ശേഷം ഇതും കാണുക, അല്ലെങ്കിൽ ഇത് കണ്ട ശേഷം അത് കണ്ടാലും മതി. രണ്ടായാലും അത് കാണണം. അതും ഇതും കൂടെ ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണ ഒരു അറിവ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ അവിടെയും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പൂര നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. ജ്യോതിഷ രാശി ചക്രത്തിലെ 28 മുഹൂർത്തത്തിനും 27 പ്രധാന നക്ഷത്രങ്ങളിൽ 11ാമത്തെ നക്ഷത്രമാണ് പൂരം എന്ന് പറയുന്നത്. ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ 2ാമത്തെ നക്ഷത്രമാണ്. ആദ്യത്തെ ഭരണിയാണ്, ഭരണി കഴിഞ്ഞാൽ പൂരമാണ്. ഭഗൻ, ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായിരിക്കുന്ന ഭഗനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ഭഗൻ്റെ നക്ഷത്രമാണ് പൂരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്നാണ് പൊതുവേ പറയുന്നത്. പക്ഷെ ചിലയിടത്ത് അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്, ഭാഗ്യഹീനരായിട്ടുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അത് ഞാൻ പറഞ്ഞുള്ള കർമ്മഫലം പോലെ ഇരിക്കും അതൊക്കെ. അപ്പം സ്നേഹം, സൗന്ദര്യം, കല, പ്രണയം എന്നിവയുടെയൊക്കെ കാരകനായിരിക്കുന്ന ശുക്രൻ്റെ ഒരു സ്വഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രവിയുടെ രാശിയും കൂടാണ്. രവിയുടെയും ശുക്രൻ്റെയും ഒരു കോമ്പിനേഷൻ ഈ നക്ഷത്രക്കാർക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു രാജകീയ പ്രൗഢിയും ഒക്കെ ഉണ്ടാവും, മകം പോലെ തന്നെ. അതുകൊണ്ടാണ് പൂരം പിറന്ന പുരുഷൻ എന്ന് പറയും. പുരുഷൻ പൂരത്തിൽ പിറക്കണം എന്നൊക്കെ പറയും. അത് ഒരു ക്വാളിറ്റി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ രവിയുടെ ക്വാളിറ്റി, രവിയുടെ സ്വക്ഷേത്രമല്ലേ, ആ ക്വാളിറ്റി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ നക്ഷത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുക്രൻ്റെ സ്ഥിതി, ശുക്രൻ്റെ ബലം എന്നിവ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ശുക്രൻ നന്നായിട്ട് ബലപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ശുക്രൻ പൂരത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗുണാനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പൂരം നക്ഷത്രത്തിൻ്റെ സ്ഥാനം നമ്മൾ നോക്കുമ്പം എന്തെങ്കിലും ഒരു കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളടുത്തൊരു ചോദ്യം വരികയാണെങ്കിൽ, പ്രശ്നം വരികയാണെങ്കിൽ, ആ ചോദിക്കുന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാവം ഏതാണ്? ഇപ്പോൾ വീടാണെങ്കിൽ 4ാം ഭാവമാണ്, ധനമാണെങ്കിൽ 2ാം ഭാവമാണ്, സന്താനം എന്ന് പറയുന്നത് 5ാം ഭാവമാണ്, അല്ലെ പ്രണയം എന്ന് പറയുന്നത് 5ാം ഭാവമാണ്, ശത്രു എന്ന് പറയുന്ന 6ാം ഭാവമാണ്. അപ്പം ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണോ വരുന്നത്, ആ ഭാവത്തിൻ്റെ അധിപൻ പൂരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ഥാനം, പൂരം നക്ഷത്രത്തിൻ്റെ സ്ഥാനം വീടാണ് കേട്ടോ, ഹോമാണ്, വീടാണ്. അതുപോലെ തന്നെ ശരീരാവയവം എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളായിട്ടുള്ള ലിംഗവും യോനിയും, പുരുഷന്മാരിൽ ലിംഗവും സ്ത്രീകളിൽ യോനിയുമാണ്. പ്ലാശാണ് നക്ഷത്രവൃക്ഷം, പിടിക്കാൻ വളരെ പാടുള്ള ഒരു വൃക്ഷമാണ്. പ്ലാശാണ് നക്ഷത്രവൃക്ഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദിക്ക് എന്ന് പറയുന്നത് വടക്ക് ദിക്കും. ശാലിംഗമാണ് ഭോജന വസ്തു എന്ന് പറയുന്നത്. ഭഗനാണ്, ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവനായിരിക്കുന്ന ഭഗനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ഭഗൻ്റെ നക്ഷത്രവുമാണ് പൂരം എന്നാണ് പറയുന്നത്. പ്രാതരിന്ദ്രം ഹവാമഹേ, ഭാഗ്യസൂക്തം. അപ്പം ഭാഗ്യസൂക്തം പഠിക്കുന്നതും നിത്യവും ജപിക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ നടത്തുന്നതും
ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ഭാഗ്യം വരാൻ വേണ്ടിയിട്ട് ഭാഗ്യസൂക്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ചെയ്യുന്നതുമൊക്കെ ഇവർക്ക് വളരെ വിശേഷമാണ്. നക്ഷത്ര ദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കും. പൊതുവേ ഭാഗ്യത്തിന് ഓരോ ദേവതകൾക്കും ഓരോ എനർജിയായിട്ട് കണ്ടാൽ, അവരെ ഓരോ തോട്ടായിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു എനർജി ഫീൽഡായിട്ട് കണ്ടാൽ, അതിൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു എനർജി, നമുക്ക് എന്ത് ഒരു ഇത് വരുമ്പോഴാണോ ഭാഗ്യം വരുന്നത്, ആ എനർജി നമ്മളിലേക്ക് അത് എത്തിച്ചു തരുന്നത് ആ ഊർജ തരംഗങ്ങൾ ഭഗൻ എന്ന് പറയുന്ന ദേവതയാണ് തരുന്നത്. അപ്പം മൃഗം ചുണ്ടലിയാണ്. ഗണം മാനുഷിക ഗണമാണ്. മാനുഷ്യ ഗണത്തിൽപ്പെട്ടാണ്. ദേവ അസുര മാനുഷിക ഗണത്തിൽപ്പെട്ടതിൽ മാനുഷിക ഗണമാണ്. സ്ത്രീയോനി നക്ഷത്രമാണ്. അപ്പം പ്രത്യേകിച്ച് പുരുഷന്മാർ ഇതിൽ ജനിച്ചു ഇവർക്ക് ഇമോഷണൽ നീഡ്സ് ഭയങ്കര ആവശ്യമായിരിക്കും. ജാടയൊക്കെ കാണിക്കുമെങ്കിൽ ഇവർക്ക് ഇമോഷണൽ നീഡ്സ് വേണം. അപ്പോൾ സ്നേഹത്തിനോടും സൗന്ദര്യത്തോടും കലയോടും ഇമോഷണൽ നീഡ്സിനോടും ഒക്കെ ഒരു താല്പര്യമുള്ളവരായിരിക്കും. ഉത്തരാചാരിയായിരിക്കും. സ്വരൂപം ശാലാകാരമായിരിക്കും. ഊർധ്വമുഖം, അധോമുഖം, തിരിമുഖം എന്ന് പറയുന്ന നക്ഷത്രഗണങ്ങളിൽ അധോമുഖ നക്ഷത്രമാണ്. ധ്രുവസ്ഥിരമാണ് ഒരു നേച്ചർ. ശുഭാശുഭ കാര്യങ്ങൾ ചിന്തിക്കുമ്പം പൂരം നക്ഷത്രം പൊതുവെ ഒരു മധ്യമമായിട്ടുള്ള നക്ഷത്രമാണ്. സാധാരണമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ഗുണത്തിനും എടുക്കണോ ദോഷത്തിനും എടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണമായിട്ടുള്ള ഇതാണ്. ചിലപ്പോൾ ഇവർ പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ പിണ്ടനൂൽ ദോഷമൊക്കെ നമ്മുടെ കേരളത്തിലൊരു ദേശാചാരമുണ്ട്. വസുപഞ്ചകം ഒഴികെയുള്ള ബാക്കി എല്ലാ പിതൃദോഷങ്ങളും ദേശാചാരങ്ങളാണ്. ഇപ്പം കരിനാളാണെങ്കിലും അകനാളാണെങ്കിലും പിണ്ടനൂലാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ദേശാചാരത്തിലെ മുപ്പൂരം, അതായത് ആ 3 പൂരം, പൂരുരുട്ടാതി, പൂരാടം എന്നിൽ ഒരു മുപ്പൂരത്തിൽ പെടുന്ന പൂരം എന്ന് പറയുന്ന ഒരു നക്ഷത്രം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതേപോലെ നക്ഷത്രഭൂതം ജലമാണ്. വിഷകടി എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ വിഷം എന്ന് പറയുന്നത് 20 നാഴിക മുതൽ 24 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 55 നാഴിക മുതൽ 60 നാഴിക വരെയും, അമൃതകടി എന്ന് പറയുന്നത് 44 നാഴിക മുതൽ 48 നാഴിക വരെയുമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് പൂര നക്ഷത്രത്തിൻ്റെ സത്ഫലങ്ങൾ, ക്വാളിറ്റി, ഗുഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള നിരവധി ഗുണങ്ങളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം ഒന്ന്. പൂരത്തിന് ഞാൻ പറഞ്ഞില്ല, ശുക്രൻ പ്ലസ് രവി, അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവർക്കുണ്ടാവും. ശുക്രൻ്റെ ഒരു ഇതും രവിയുടെ ഒരു സ്വഭാവവും കൂടെ വരുമ്പം ആകർഷകമായിട്ടുള്ള ഒരു രൂപവും പെരുമാറ്റവും ഇവർക്കുണ്ടാവും. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാനും ഒരു ലീഡർഷിപ്പ്, ഒരു മുകളിൽ നിന്ന് അത് നയിക്കാനുമൊക്കെയുള്ളൊരു കഴിവ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അടുത്ത ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൗന്ദര്യ ആസ്വാദന ശേഷിയാണ്. കല, സംഗീതം, സാഹിത്യം, അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ശുക്രൻ്റെ ഇതിലാണ് 7ാം ഭാവം ലൈംഗികത ഒക്കെ വരുന്നത്. പ്രണയം 5ആണ്. പ്രണയത്തിൻ്റെയും കാരകൻ ശുക്രനാണ്. എന്നിരുന്നാൽ പോലും ഒരു ഡീപ്പ് ലവ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അത് വ്യാഴാണ്. 5th ഹൗസിൻ്റെ കാരകൻ വ്യാഴം. അപ്പോൾ ദൈവീകത ഉള്ളതല്ല, അതല്ലാതെ തന്നെ ഒരു ആസ്വാദന കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വലിയ അഭിരുചിയും ആസ്വാദന ശേഷിയും ഉണ്ടാവും എന്നുള്ളതാണ്. ജീവിതത്തെ നല്ല രീതിയിൽ ആസ്വദിക്കാനും ഇവർ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ളവരുടെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിൽ സൗമ്യവും സ്നേഹസമ്പന്നവുമായിട്ടുള്ളൊരു പെരുമാറ്റം എന്നുള്ളതാണ്. ഇവരെ അംഗീകരിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ അംഗീകരിക്കുന്നവരോട് ഇവർക്കൊരു സ്നേഹം കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പൊതുവേ ശാന്ത സ്വഭാവക്കാരും സ്നേഹത്തോടും സൗഹൃദപരമായിട്ടുള്ള മറ്റുള്ളവരോട് ഇടപെടുന്നവരും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. സൗഹൃദങ്ങളുണ്ടാവും ഇവർക്ക് ധാരാളം. അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവരും ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഔദാര്യവും ദാനശീലവും ഇവരുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കാനും അതൊരു മോശം കാര്യമൊന്നുമില്ല, നല്ല കാര്യം. ഇപ്പം ഇന്ന് ഔദാര്യം എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ഔദാര്യത്തിലൊന്നും അല്ല, അതൊരു ഈഗോയിസ്റ്റ്. അതല്ലാതെ ഒരു തലത്തിരിക്കുമ്പം ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം ചെയ്തു കൊടുക്കാനും അതിൽ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ അത് ചെയ്യാനുമൊക്കെയുള്ളൊരു ഗുണം, ക്വാളിറ്റി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അധ്വാനശീലം
നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല സോളാണെങ്കിൽ കേട്ടോ, ജാതകത്തിൽ എല്ലാ ഗുണങ്ങളോടും ഒരുമിച്ച് വരണേ. ഒരു നല്ല സോൾ ക്വാളിറ്റിയും പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും ചെയ്താൽ, സോൾ ക്വാളിറ്റി ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു ജാതകത്തിൽ അത്യാവശ്യം ഞാൻ ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങൾ കേന്ദ്ര ത്രികോണങ്ങളിലൊക്കെ നിൽക്കുകയും ബലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അധ്വാനശീലവും ഏറ്റെടുക്കുന്ന വിഷയങ്ങളെ കഠിനാധ്വാനത്തിലൂടെ പൂർത്തിയാക്കാനും ജീവിതം സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർത്തിക്കൊണ്ട് വന്ന് വികസിച്ച് വളരാനും, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹവും അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ഉയർന്ന തട്ടിലേക്ക് എത്തണമെന്നുള്ളൊരാഗ്രഹവും ഒക്കെ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ഇവരെ ബഹുമാനിക്കുകയും ഇവരെ ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേക സ്നേഹം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഗ്യം, ഇവരുടെ 9ാം ഭാവം ബലപ്പെടുകയാണെങ്കിൽ, വ്യാഴം അനുഗ്രഹിക്കുകയും കൂടെ ചെയ്താൽ, ശുക്രനും വ്യാഴവും ഇവരുടെ ജാതകത്തിൽ നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു അനുഗ്രഹം ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തിൽ. അതിൽ സംശയം വേണ്ട. കാരണം ഭഗൻ്റെ നക്ഷത്രമാണ്. നക്ഷത്രാധിപനായിരിക്കുന്ന ഗ്രഹം ബലപ്പെടുകയും അതോടൊപ്പം തന്നെ ഭാഗ്യത്തിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴവും കൂടെ ബലപ്പെടുകയും 9ാം ഭാവാധിപനും കൂടെ 9-ലെങ്ങാനും ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഭാഗ്യം ഉറപ്പായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. 100% ഉറപ്പാണ്, ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സുഹൃതികളായിട്ടുള്ള ആൾക്കാർ പൂരം നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും പാസ്റ്റ് ലൈഫിലുള്ള ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഡെപ്റ്റുകൾ ആയിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അമിതമായ സുഖലോലുപതയാണ്. ജീവിതം ആസ്വദിക്കാനുള്ള ഇവരുടെ ആഗ്രഹം അമിതമായിട്ടുള്ള സുഖലോലുപതയിലേക്കും ആഡംബര ജീവിതത്തിലേക്കും വരവിനധികമായിട്ട് ചിലവുകൾ വരുന്ന രീതിയിലേക്കും ഭ്രമത്തിലൂടെ ഇതൊക്കെ ശരിയാവും ഒക്കെ ഒരു ഇതുമില്ലാതെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ വൻ തിരിച്ചടികൾ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇവരുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് ഇവരെ നയിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഹംഭാവം, ഈ അഹംഭാവത്തിൻ്റെ പേര് തങ്ങൾ ഭയങ്കര സുന്ദരനും സുന്ദരിമാരാണെന്നും ശരീരത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് അമിതമായിട്ട് അഭിമാനിക്കുന്നതും അത് വലിയ അഹംഭാവത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. രോഗവിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് കൊണ്ട് മോശമല്ലേ, ഒരു ഓവറായിട്ട് ഇതെന്നായാലും നശിച്ചു പോകണ്ട. ഒരു അഭിമാനം വേണ്ടതാണ്, ശരീരത്തെക്കുറിച്ച് അഭിമാനം വേണ്ടതാണ്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണ്ടതുമാണ്. അല്ല, നമ്മളെ ഇഷ്ടപ്പെടേണ്ടതാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരും ഇഷ്ടപ്പെടും? അപ്പം നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ? പക്ഷേ ആ ഇഷ്ടം കൂടിയിട്ട് ഒരു സുപ്പീരിയർ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാവും. ഞാൻ എൻ്റേത് എനിക്കെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ അത് കടുത്ത ആസുരിക തലത്തിലേക്ക് പോവുകയും അഹംഭാവത്തിലേക്ക് വഴിമാറുകയും അത് ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അടുത്തത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മയാണ്. അക്ഷമരാകുക എന്നുള്ളതാണ്. അപ്പം കാര്യങ്ങൾ വിചാരിക്കുന്ന വേഗത്തിൽ നടത്തണം എന്നുള്ളത് ഒരു ഇതുള്ളത് കൊണ്ട് ഇവർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വായിക്കൊള്ളണമെന്നില്ല. ഓരോന്നിനും വളരാൻ സമയമെടുക്കും. പട്ടി പ്രസവിക്കുന്ന സമയമല്ലല്ലോ ഒരു ആന പ്രസവിക്കാൻ എടുക്കുന്നത്. അപ്പം ഓരോന്നിനും ഓരോ കാലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷമ ഇവർക്ക് വേണം എല്ലാ കാര്യത്തിലും. ഇല്ലെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ചാടി വൻ പരാജയത്തിലേക്ക് പോകും. കൂപ്പ് കുത്തുന്ന കണ്ടിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ ചില ബിസിനസ്സുകളിലേക്കും ചിലയിടത്തൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചില്ലാതാവുന്നത് കണ്ടിട്ടുണ്ട്. തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു മധ്യവയസ്സിലൊക്കെ ഇവർക്കൊരു എടുത്തിയാട്ടം നന്നായിട്ടൊന്ന് ഉയർന്നു കഴിയുമ്പോൾ എടുത്തു ചാടി നശിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിമർശനങ്ങളെ ഭയപ്പെടുക എന്നുള്ള രവി പ്ലസ് ശുക്രൻ. അപ്പോൾ ഈ വിമർശനങ്ങളെ ഭയപ്പെടുക, മറ്റുള്ളവർ തങ്ങളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു അലട്ടൽ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും.
ഇവരെ ഒന്ന് കലിപ്പിച്ച് നോക്കിയേ, ഇവരെ ഒന്ന് ഒന്ന് വിമർശിച്ച് നോക്കി. ഇവർ ഒതുങ്ങും, ഇവർ പതുങ്ങും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ശുക്രൻ്റെയും രവിയുടെയും നക്ഷത്രമായതുകൊണ്ട് തന്നെ ശുക്രൻ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്ക്, സുഖലോലുപതയിൽ പോയിട്ട് ലഹരിക്ക് അടിമപ്പെട്ടു പോകും. മദ്യം, രതി, ലഹരി വസ്തുക്കളുടെ പലതരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ വന്നിട്ട് നശിച്ച് ജീവിതം ഇല്ലാതായി പോവുകയും ഒന്ന് മാറി അനവധി റിലേഷൻഷിപ്പുകളിലൊക്കെ പോയി പരാജയപ്പെട്ട് ജീവിതം ഒന്നുമല്ലാതെ അവസാന കാലം വളരെ മോശമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മേഖലകളിലൊക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതീവ ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് പോവാൻ. പൂരം നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധം പ്രധാനമായും സ്നേഹം, ബന്ധങ്ങൾ, സർഗാത്മകത, ഭൗതിക സുഖങ്ങൾ എന്നിവയായിട്ടാണ് കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. പൂർവജന്മത്തിൽ സ്നേഹബന്ധങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ പൂർവജന്മത്തിൽ ചെയ്ത സ്നേഹബന്ധങ്ങളിൽ ചെയ്ത പാളിച്ചകൾ അല്ലെങ്കിൽ കടമകൾ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും ഈ ജന്മത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ ശരിയായ സ്നേഹം സ്വീകരിക്കാനും ശരിയായ സ്നേഹം കൊടുക്കാനും ഇവർ പഠിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുന്നവരെ, ഞാൻ പറഞ്ഞില്ല, ഒരു ഇമോഷണൽ നീഡ് ഇവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രഷർ കൊടുത്താൽ ചിലപ്പം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം നന്നായി സ്നേഹിക്കാനും നന്നായി സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു അറിവ്, എന്താണെന്നുള്ളത് ഒരു അറിവ്, ആത്മാർത്ഥത, ലോയലിറ്റിയൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതൊരു കർമ്മപരമായിട്ടുള്ള ഒരു ദൗത്യമാണ് പൂരം നക്ഷത്രക്കാരുടെ എന്നുള്ളത് ഓർത്തു വെക്കുക. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയുള്ള സ്നേഹം, അത് ഇല്ലെങ്കിൽ എന്താ പറയുക, വേദന, വലിയ കടുത്ത വേദനകളുണ്ടാവും. അതുപോലെ തന്നെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള സർഗാത്മകപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കർമ്മവും ഇവർക്കുണ്ടാവും. നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് സർഗാത്മകതയുടെ ഒരു ഗ്രഹമാണല്ലോ ശുക്രൻ, അറിയാമല്ലോ അത്. അപ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള ചില കഴിവുകളെ പുറത്തു കൊണ്ടുവരികയും അത് ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്, ഏത് മേഖലയിലാണെങ്കിലും ഇവർക്ക് ഈ പാട്ട്, കല, എല്ലാവരെയും ഗ്യാതറിങ്ങുകൾ, ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിനൊക്കെ കൂടി ഇവർ അതിനകത്തൊക്കെ ഒരു മെയിൻ പാർട്ടായിട്ട് മാറിയിട്ട് എല്ലാവരുടെയും കൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ പോലും നിങ്ങളത് ഭംഗിയാക്കി കൊണ്ടുപോവുകയും ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബന്ധങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സർഗാത്മകതയുടെയും സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളെ ദുരുപയോഗം ചെയ്താൽ ജീവിതത്തിൽ വൻ തിരിച്ചടികൾ വരും എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മോ അത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ ഈ ജന്മത്തിൽ കിട്ടുന്നതാണ്. അത് ദുരുപയോഗം ചെയ്യാതെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മുൻജന്മത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ, പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഈ ജന്മം ഈ മാതിരി വിഷയത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഓർത്ത് വെച്ചുകൊള്ളുക. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാനുള്ളൊരു യോഗമുള്ള നക്ഷത്രക്കാരാണ്. ശുക്രൻ്റെ രണ്ടാമത്തെ സ്ഥിതി നക്ഷത്രമല്ലേ, സൃഷ്ടി കഴിഞ്ഞ സ്ഥിതി നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അമിതമായിട്ട് സുഖലോലുപതയിലൊന്നും പോയിട്ട് ജീവിതം പാഴാക്കാതെ എല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ച് ആത്മീയമായിട്ടുള്ള കടമകളും കൂടി മനസ്സിലാക്കി ഭൗതിക ലോകത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുന്നതിനും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സ്വയം റിഫൈൻ ചെയ്ത് വളരാനും ആത്മീയമായിട്ട് വളരാനും ശ്രമിക്കുക എന്നുള്ളതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ യഥാർത്ഥ കർമ്മപാത എന്നുള്ളത് അടിവരയിട്ട് പറയുക. അത് ഓർത്ത് വെക്കുക. ഒരേ സമയം തന്നെ ഭൗതികപരമായ കാര്യങ്ങളിലെല്ലാം ഇടപെടണം, ആസ്വദിക്കണം. ജീവിതം ആസ്വദിക്കാനുള്ളതും കൂടിയാണ്. എല്ലാം വേണം, എല്ലാം ധാർമ്മികമായ രീതിയിൽ വേണം എന്നുള്ളതാണ്. ഋഷിമാരൊന്നിനും എതിർത്തിട്ടില്ലല്ലോ. അപ്പം വേണം, പക്ഷേ എതിർക്കുന്നത് എന്താണ്? നമുക്ക് ദോഷം, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചുറ്റുപാട് നിൽക്കുന്നവർക്കും ഈ പ്രപഞ്ചത്തിനും ദോഷമാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പാപം അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ എന്ന് പറയുന്നത്. കർമ്മദുരിതങ്ങൾക്ക് വഴിവെക്കുന്ന, വേദനിപ്പിക്കുന്നത്,
നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഭൗതിക ലോകത്തിലെ സന്തോഷങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അവനവനെ സ്നേഹിക്കുക, ശരീരം നന്നായിട്ട് നോക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഒരു കൈത്താങ്ങായിട്ട് പലർക്കും ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് ഈ ലോകത്തിൽ. ഒന്ന് കേൾക്കാൻ, ഒരു കൈ പിടിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഉയർത്തിക്കൊണ്ടു പോകാൻ, സഹായിക്കാൻ, സേവനങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനും അതോടൊപ്പം തന്നെ സ്വയം ആത്മീയമായിട്ട് വളരണം. ഈ ആത്മീയമായിട്ട് വളരുമ്പോഴാണ് പലതും ചെയ്യണം, ഈ ജന്മം എനിക്ക് ഇനി ഇത്രയേ ഉള്ളൂ, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വണ്ടിയും വാഹനങ്ങളും മേടിക്കുക മാത്രമല്ല, ഞാൻ ജീവിച്ചിരുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം, സ്വയം ഒന്ന് സന്തോഷിക്കാനും സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ഒരു സ്വയം തോന്നൽ, ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആത്മീയപരമായ കാര്യങ്ങൾ കൂടെ ചെയ്ത് അതിനോടൊപ്പം തന്നെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇനി ശുക്രനും പൂരം നക്ഷത്രവും അതുപോലെ തന്നെ ശനി, കുജൻ എന്നിവരും 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം പൂരം നക്ഷത്രത്തിലൊക്കെയാണ് വീണിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെ രോഗം വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിങ്ങൻ രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്രമാണ് പൂരം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈംഗിക അവയവങ്ങൾ, ജനനേന്ദ്രിയങ്ങളാണ് പ്രധാനമായിട്ടും ഇത് പൂരം ചിന്തിക്കുന്നത്. ജനനേന്ദ്രിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ലൈംഗിക രോഗങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകളും നട്ടെല്ലിനുണ്ടാകുന്ന രോഗങ്ങളും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, 5th ഹൗസ് ആണല്ലോ, കാലപുരുഷൻ്റെ 5-ാം ഭാവവും കൂടിയാണ്. അതുപോലെ തന്നെ സന്താനക്ലേശം, സന്താനത്തിനുള്ള ഇത്, അതുപോലെ തന്നെ നട്ടെല്ല് വളഞ്ഞ് കൂനാനുള്ള ഒരിത്, രക്തക്കുറവ്, കണങ്കാലിന് നീര്, ഹൃദയവാൽവുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഹൃദയം വീർത്ത് വലുതാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ, ഇതെല്ലാം ഈ പൂരം നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിന് രോഗം, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അതിൽ തന്നെ മനുഷ്യസ്നേഹികളായിട്ടുള്ളവരുടെ അടുത്ത് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുകയും അവരതിൻ്റെ ശരിയായ വഴി പറഞ്ഞു തരികയും ചെയ്യും. കാരണം എന്താ പറയുക, ഞാൻ ഈ ഡോക്ടർമാർ അതുപോലുള്ള ആൾക്കാർ അല്ലെ ഹീലേഴ്സ് ഇവരുടെയൊക്കെ എടുത്ത് പോകുമ്പോൾ മനുഷ്യസ്നേഹിയാണോ എന്നും കൂടെ നോക്കണം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടർ വേണം എന്നുള്ളത് എൻ്റെ വളരെ ശക്തമായൊരു അഭിപ്രായം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധോലോകം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിന് മുകളിലുള്ള ഒരു വലിയ ഇടപാടുകൾ നടക്കുന്നൊരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഡോക്ടറെ അടുത്തൊരു വിഷയത്തിന് പോയാലും, പ്രത്യേകിച്ച് ഈ പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ്. മനുഷ്യൻ ഇതൊക്കെ പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ് എപ്പോഴും ഇന്നത്തെ കാലത്ത്. കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ചെറിയ വിഷയങ്ങൾ വന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പേടിയാണ്. സൈക്കാട്രിക് മരുന്ന് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു വിവാഹമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടൊന്ന് പോയാൽ ആണിനോ പെണ്ണിനോ ചെറിയ എന്തെങ്കിലും ഹോർമോണൽ വ്യതിയാനം കൊണ്ടായിരിക്കും അവർക്കൊരു അസുഖം ഉണ്ടാകുന്നത്, മൂഡ് സ്വിങ്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ, പെൺകുട്ടി സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ പുരുഷൻ സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം വേണ്ടെന്ന് പറയും. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലൈംഗിക രോഗങ്ങൾ, ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ കാണുന്നത് വളരെ രഹസ്യമായിട്ടാണ് കാണുന്നത്. അത് സമൂഹത്തിൻ്റെ ഒരു ഇതായിരിക്കും. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും അത്ര വലിയ മോശം കാര്യമൊന്നുമില്ല, സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. പക്ഷേ അങ്ങനെ ഇതെന്ന് തന്നെയല്ല, ഏത് രോഗത്തിന് വേണ്ടി പോയാലും ശരി, കൂണുപോലെ മുളയ്ക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അവിടുത്തെ ഡോക്ടർമാർക്ക് കൊടുക്കുന്ന സാലറിയും ഡോക്ടർമാരുടെ ടാർഗറ്റും ഒക്കെ കൂടെ വെച്ച് നോക്കുമ്പം
നമുക്കതൊരു വേറൊരു വിഷയമായിട്ട് പറയാം. കാരണം നമ്മുടെ ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഗുരുനാഥനുമായിട്ട് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടർ ഫാമിലിയായി ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതിയൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുള്ള. അപ്പം ഇവരെല്ലാവരും ഇട്ടിരുന്ന് ഒരു ചർച്ച നടന്ന സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അതിൽ. കാരണം ഇവർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവരൊരു എലൈറ്റ് ഗ്രൂപ്പാണെന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾ എന്നെപ്പോലൊരു മനുഷ്യനാണെന്നുള്ളതിനേക്കാൾ ഉപരി അവരൊരു ശരീരമായിട്ട് അതിനെ കാണുന്നുള്ളതാണ്. അപ്പം അങ്ങനെ അല്ലാതെ മനുഷ്യത്വത്തോടു കൂടി നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് നല്ല മനുഷ്യരുള്ളൊരു മേഖലയും കൂടിയത്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എത്തിപ്പെടുകയാണെങ്കിൽ ഇത് ബെൻസ് വാങ്ങിക്കാനും BMW വാങ്ങിക്കാനുമുള്ള എൻ്റെ ടാർഗറ്റാണ് ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതെൻ്റെ സേവനമാണെന്നും ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പഠിച്ച ഒരാളാണെങ്കിൽ ഈ നാട് എനിക്ക് വേണ്ടി കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും മുടക്കുന്നതാണെന്നുമുള്ള, അത് ജനങ്ങളുടെ ടാക്സിൽ നിന്നുള്ള ധനമാണ്, അതാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ളൊരു ബോധ്യമുള്ള ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ അതേപോലുള്ളവരുടെ അടുത്ത് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടൊരു ഒപ്പീനിയൻ എടുത്ത ശേഷമേ ഹോസ്പിറ്റലുകളിൽ പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ അടുത്ത് അറിയാവുന്ന, നിങ്ങളോട് സ്നേഹമുള്ള ഒരു ഡോക്ടർ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങളൊക്കെ വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക, ചികിത്സിക്കുക. സൂക്ഷ്മപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, സട്ടിൽ ലെവലിലുള്ള കാര്യങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കും ചില റീസൺസ് ഉണ്ട്. എല്ലാ റീസണും ഒന്നും ഒരു ഡോക്ടറിനും പറയാൻ കഴിയില്ല. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന് ഈ ജന്മം അസുഖം വന്നു എന്ന് പറയുമ്പം അത് ഈ ജന്മത്തിൽ എന്തിനാണ് തരുന്നതെന്നായിരിക്കും ലോജിക്ക് കൊണ്ട് പറയുന്നത്. പക്ഷെ സോള് യാത്ര തുടങ്ങിയിട്ട് കുറേ ആയില്ലേ. ഈ ശരീരം മാത്രമല്ലേ ഉള്ളൂ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ജനിച്ചന്ന് മുതലേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, സദാ മാറിക്കൊണ്ടിരിക്കുകയാണ്. 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മളെ ഫോട്ടോയാണോ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോയാണോ കുറേ വർഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിനിടയിൽ സൂക്ഷ്മപരമായിട്ടുള്ള എന്ത് ഡെപ്റ്റാണ് നമ്മുടെ സോളിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് മാറ്റാൻ വേണ്ടി, ആ രോഗം, ആ ഒരു വിഷയം മാറാൻ വേണ്ടിയിട്ട് പൂരം നക്ഷത്രത്തിൽപ്പെട്ടവർ പോകേണ്ട നക്ഷത്ര ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പൂരം നക്ഷത്രത്തിൽപ്പെട്ടവർ രവിയും ശുക്രനും കൂടിയുള്ളതുകൊണ്ട് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം, അതിപ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. പോകേണ്ട ഒരു സ്ഥലമാണ്. പൂരക്കാരെന്നല്ല, എല്ലാവരും പോകേണ്ട ഒരു ക്ഷേത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതിശക്തമായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള മീനാക്ഷി അമ്മൻ കോവിൽ, തമിഴ്നാട്. അത് പൂർവ്വ ഫൽഗുനി അഥവാ പൂരം നക്ഷത്രത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഡെപ്റ്റ് റിലീസ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പുതുക്കോട്ടയിൽ നിന്നും 10 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ശ്രീ ഹരി തീർത്ഥേശ്വർ ക്ഷേത്രം, അത് പൂരം നക്ഷത്രക്കാരുടെ ഒരു പ്രധാന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ തൃച്ചിക്കടുത്ത് ജലലിംഗ ക്ഷേത്രം, ജലലിംഗമായിട്ടുള്ള പഞ്ചഭൂത ലിംഗക്ഷേത്രങ്ങളിൽ ജലലിംഗമായിട്ടുള്ള, അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. പഞ്ചഭൂത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് കൂടുതൽ. അതിൽ ജലലിംഗ ക്ഷേത്രമായിട്ടുള്ള ജംബുകേശ്വർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ജംബുകേശ്വര ക്ഷേത്രം നിങ്ങളുടെ ശുക്രൻ്റെയും രവിയുടെയും കൂടിയുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും പോവുക. ഈ ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം ആവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. പൂര നക്ഷത്രത്തിൻ്റെ കുറേ ഗുണങ്ങൾ പറഞ്ഞു, കുറേ മോശം വശങ്ങൾ പറഞ്ഞു. ഇതിൽ വേണ്ടതെടുത്തിട്ട് വേണ്ടാത്തത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. എന്ത് തള്ളിക്കളഞ്ഞാലും ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോവുക. ഭാഗ്യസൂക്തവും ജീവിക്കാൻ പഠിക്കുക. ഭഗൻ എന്ന് പറയുന്ന ദേവതയും ആശ്രയിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹവും ഭാഗ്യവും
പൂരം നക്ഷത്രക്കാർക്ക് ഈ ജന്മം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.